ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ റിവിഷൻ വർക്ക്ഷീറ്റിൻ്റെ 4th ക്വസ്റ്റ്യന് നമ്മൾ നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കണ്ടില്ലെങ്കിൽ കാണണം. ഇത് കഴിഞ്ഞിട്ട് ഇത് കാണാൻ പാടുള്ളൂ കേട്ടോ. അതിനു മുമ്പ് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതാണ് മെയിൻ വീഡിയോ. അതെന്തെങ്കിലും കാണണം. അത് കണ്ടാലേ ബാക്കിയുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദ ഫോർത്ത് ക്വസ്റ്റ്യന് ഓക്കെ, സ്വിൽ അൽ കലിമത്ത് ബിളിത്ത് ഫി കലിമാത്തിൽ അദ്നാ, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന വേർഡ്സ്, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന വേർഡ്സിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ കലിമത്ത് എന്ന് വെച്ച വേർഡാണല്ലോ. ഇവിടെ കൊടുത്തിരിക്കുന്ന വേർഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വേർഡിൽ കൊടുത്തിരിക്കുന്ന വേർഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് കെബീർ എന്ന് വെച്ചാൽ ബിഗ്. രണ്ടാമത്തെ വേർഡ് എന്ന് പറയുന്നത് തൊവീലുൻ എന്ന് വെച്ചാൽ ലോങ്. മൂന്നാമത്തെ വേർഡ് എന്ന് പറയുന്നത് കറീബ് എന്ന് വെച്ചാൽ നിയർ. നാലാമത്തെ വേർഡ് എന്ന് പറയുന്നത് ജദീദ് എന്ന് വെച്ചാൽ ന്യൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വേർഡ്സ് നമ്മൾ മനസ്സിലാക്കി എന്തൊക്കെ വേർഡ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് നോക്കാം. നെക്സ്റ്റ് കോളം ലിദ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ്, അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇവിടെ കൊടുത്തിരിക്കുന്ന കലിമത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വേർഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യത്തത് സൊഈർ എന്ന് വെച്ചാൽ സ്മോള്. ഓക്കെ, ഇനി ബഈദ് എന്ന് വെച്ചാൽ ഫാർ. ഓക്കെ, ഇനി നെക്സ്റ്റ് കസീർ എന്ന് വെച്ചാൽ ഷോർട്ട്. ഇനി കദീമുൻ എന്ന് വെച്ചാൽ ഓൾഡ്. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് വേർഡ്സ് എന്തൊക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന വേർഡ്സിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി കെബീർ എന്ന് വെച്ചാൽ ബിഗാണ്. അപ്പോൾ ബിഗിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും സ്മോളായിരിക്കും. ഇവിടെ സ്മോൾ എന്ന വേർഡ് എവിടെയാണുള്ളത്? യെസ്, അതിന് നേരെ തന്നെ ഉണ്ട് അല്ലേ? അപ്പോൾ ആ നേരെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി തൊവീൽ എന്ന് വെച്ചാൽ ലോങ് ആണ്. അപ്പോൾ ഈ ലോങ്ങിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? എപ്പോഴും ഷോർട്ടായിരിക്കും. ടോളിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഷോർട്ടായിരിക്കും. തൊവീലുൻ ടോളെന്നും പറയും കേട്ടോ. ലോങ് മാത്രമല്ല, ടോളെന്നും പറയും. ടോളിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എപ്പോഴും ഷോർട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഷോർട്ട് ആയിട്ടുള്ള വേർഡ് എവിടെയാണ്? ഷോർട്ട് ഇവിടെ കസീറുനാണ് അല്ലേ? കസീറുനാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യും. നേരത്തെ മാർക്ക് ചെയ്തത് പോയല്ലേ? ഓക്കെ, കസീറുൻ ആണ് തൊവീലുൻ്റെ ഓപ്പോസിറ്റ്. ഇനി കറീബിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്തായിരിക്കും? കറീബ് എന്ന് വെച്ചാൽ നിയർ. അപ്പോൾ നിയറിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എപ്പോഴും ഫാർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫാർ എവിടെയാണുള്ളത്? ഇവിടെയാണല്ലേ? അപ്പോൾ നമ്മൾ ഫാറിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കും. മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇനി ഇതുപോലെ മാർക്ക് ചെയ്യും നമ്മൾ. ഇനി നെക്സ്റ്റ് ജദീദ് എന്ന് വെച്ചാൽ ന്യൂവിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എപ്പോഴും ഓൾഡായിരിക്കും. അപ്പോൾ ആ ഓൾഡ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നു, അതായത് ഇതിന് നേരെ തന്നെ കൊടുത്തിരിക്കുന്നു. നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി. കെബീറിൻ്റെ ഓപ്പോസിറ്റ് സൊഈറുനാണ്, തൊവീലുൻ്റെ ഓപ്പോസിറ്റ് കസീറുനാണ്, കറീബിൻ്റെ ഓപ്പോസിറ്റ് ബഈദുനാണ്, ജദീദിൻ്റെ ഓപ്പോസിറ്റ് കദീമുനാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റത്തിബുൽ കലിമാത്തുൽ താലിയ ലി തക്കൂനോ ജുംലത്തുൻ മുഫീദ. ലി തക്കൂനോ ജുംലത്തുൻ മുഫീദ. ആദ്യത്തത് മത്വാറ് ഫി അത്വായിറ. മത്വാർ എന്ന് വെച്ചാൽ എയർപോർട്ട്, ഫി ഇൻ, ത്വായിറത്ത് ഫ്ലൈറ്റ്, അപ്പം അല്ലെങ്കിൽ പ്ലെയിന്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മളെങ്ങനെ ഓർഡർ ചെയ്യും? ദ പ്ലെയിൻ ഇൻ ദ എയർപോർട്ട് എന്നല്ലേ പറയാം. അപ്പോൾ നമ്മൾ ആദ്യം എഴുതാം ദ പ്ലെയിൻ അത്വാഇറത്തു ഫിൽ മത്വാരി എന്നാണ് നമ്മൾ ആൻസർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി രണ്ടാമത്തത് അസ്വൈദലിയത്തു സഹബ്തു ഇല. സൈദലിയത്തു സഹബ്തു ഇല. സൈദലിയത്ത് എന്ന് വെച്ചാൽ ഫാർമസി, സഹബ്തു ഐ വെൻറ്റ്, ഇല ടു. അപ്പോൾ സൈദലിയത്തു സഹബ്തു ഇല, ഈ 3 വേർഡ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വേർഡ്സ് എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുക, എങ്ങനെ അറേഞ്ച് ചെയ്യും? അപ്പോൾ നമ്മൾ ആദ്യം സഹബ്തു ഇട്ട് കൊടുക്കും അല്ലേ? സഹബ്തു ഇല സൈദലിയത്തി. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അഷാരിയ മുസ്തഹിമൻ കാന. ഷാരി എന്ന് വെച്ചാൽ എന്താണ്? സ്ട്രീറ്റാണ്. മുസ്തഹിം എന്ന് വെച്ചാൽ സ്ട്രീറ്റ് എന്ന് പറയും, ഷാരിയന് റോഡ് എന്നും പറയും. മുസ്തഹിം എന്ന് വെച്ചാൽ ക്രൗഡഡ്, കാന മീൻസ് വാസ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുക? കാന ഷാരിയോ മുസ്തഹിമൻ എന്നാണ് നമ്മൾ ആൻസർ എഴുതുക. ഇനി നെക്സ്റ്റ് ഫോർത്ത് വൺ, ആദ്യത്തെ വേർഡ് മുഹമ്മദുൻ അത്വആമ ഫി മത്വഅമി അക്കല. ഈ 4 വേർഡ്സാണുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ്? അക്കല എന്ന് വെച്ചാൽ ഈറ്റ്, ഏറ്റ്. ത്വആം എന്ന് വെച്ചാൽ ഫുഡ്, ഫിൽ മത്വഅമി എന്ന് വെച്ചാൽ ഇൻ ദ റെസ്റ്റോറൻറ്റ്. മുഹമ്മദ് ഒരു നെയിമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? അക്കല മുഹമ്മദുൻ അത്വആമ ഫിൽ മത്വഅമി. ഇതാണ് ഫോർത്ത് വണ്ണിൻ്റെ ആൻസർ. ഇനി ഫിഫ്ത്ത് വണ്ണിൻ്റെ ആൻസർ എന്താ നോക്കാം നമുക്ക്. ഫിഫ്ത്ത് വൺ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? അൽ ഹാഫിലത്തുൽ മദ്രസിയ, സ്കൂൾ ബസ്. അൻലുറു ഐ വെയിറ്റ്, കുല്ലു സ്വബാഹി എവ്രി മോർണിംഗ്. അപ്പോൾ എങ്ങനെയാണ് ആൻസർ വരിക? അൻലുറു അൽ ഹാഫിലത്തുൽ മദ്രസിയ തി അൽ ഹാഫിലത്തു മദ്രസിയത്ത കുല്ലു സ്വബാഹി. ഇതാണ് ഇതിൻ്റെ ഫിഫ്ത്ത് വണ്ണിൻ്റെ ആൻസർ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഓർഡർ ചെയ്യുന്നത്, അതായത് വേർഡ്സ് ഓർഡർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് ജംഉ മുഫ്രദും ആണ് ഇവിടെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. അത് സ്വിൽ കലിമത്തു ബിൽ മുഫ്രദ്, അതായത് മുഫ്രദിനെ യോജിച്ചതായ ഇത് നമ്മൾ ചേർത്ത് കൊടുക്കണം. സ്വിൽ കലിമത്തു ബിൽ മുഫ്രദ് മീൻസ് മാച്ച് ദ വേർഡ് ടു സിംഗുലർ, ടു ഇറ്റ്സ് സിംഗുലർ. ഓക്കെ, നമ്മൾ നേരത്തെ നോക്കിയത് മാച്ച് ദ വേർഡ് ടു ഇറ്റ്സ് ഓപ്പോസിറ്റ് എന്നതാണ്. ആക്ച്വലി ഐ തിങ്ക് ദാറ്റ് ഇവിടെ ജം ആണ് വേണ്ടത് എന്ന് തോന്നുന്നു. ഇവിടെ സിംഗുലറായി പോയതായിരിക്കാം. പക്ഷേ എനിവേ ക്വസ്റ്റ്യനിൽ തെറ്റൊന്നുമില്ല. ഓൾറെഡി നമ്മൾ മാച്ച് ചെയ്യാൻ പോകുന്നതാണല്ലോ. ഓക്കെ, അപ്പോൾ മുഫ്രദ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുഫ്രദ് എന്തൊക്കെയാണ് വേർഡ്സ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. മത്വാമുൻ മീൻസ് റെസ്റ്റോറൻറ്റ്. ഫുന്ദുക്ക് ഹോട്ടൽ. സെയ്ദലിയത്തുൻ ഫാർമസി. ഷാരിയോൻ സ്ട്രീറ്റ് ഓർ റോഡ്. മത്വാർ എയർപോർട്ട്. ഇവിടെ രണ്ടാമത്തെ കോളത്തിൽ നോക്കൂ, അൽ ജം മീൻസ് പ്ലൂറലിൽ എന്തൊക്കെ വേർഡ്സ് ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഫനാദിഖ് ഹോട്ടൽസ്.
ഷവാരിയ സ്ട്രീറ്റ്സ് ഓർ റോഡ്സ്. മത്വാഇം റെസ്റ്റോറൻറ്റ്സ്. പിന്നെന്താണ് മത്വാറാത്തുൻ മീൻസ് എയർപോർട്ട്സ്. സെയ്തലിയാത്തുൻ മീൻസ് ഫാർമസീസ്. അപ്പോൾ സിമ്പിളല്ലേ, നമുക്ക് ജംഉ മുഫ്രദും മാച്ച് ചെയ്യാൻ നമുക്ക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഫുന്ദുഖുൻ ഫനാദിഖ്, സെക്കൻഡ് വൺ മത്വാമുൻ എന്താണ് മത്വാഇമ, പിന്നെ ഷാരിഉൻ ഷവാരിഅ, സെയ്തലിയത്തുൻ സെയ്തലിയാത്ത്, പിന്നെ മത്വാറ് മത്വാറാത്ത്. ഓക്കെ അല്ലേ? അയ്യോ ഓക്കെ, ഇതാണ് ആൻസർ. ഇതിൻ്റെ ആൻസേഴ്സ് ഇതാണ്. മനസ്സിലായല്ലോ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന വേർഡ്സ് പിക്ചറിലോട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഷാരിഉൻ എന്ന വേർഡ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ മുസ്ദഹിമുൻ കൊടുത്തിട്ടുണ്ട്, ഇവിടെ മത്വാമുൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ഫുന്ദൂഖുൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മത്വാറുൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സിലേക്ക് ഏതാണോ മാച്ച് അത് നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കാനാണ് ക്വസ്റ്റ്യന്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പിക്ചർ നോക്കൂ. ഇത് കണ്ടിട്ട് നമുക്ക് നേരെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് എന്താണ്, ക്രൗഡാണ് ഇവിടെ. അപ്പോൾ മുസ്ദഹിമോൻ റഷാണ്, മുസ്ദഹിമോൻ. സെക്കൻഡ് വേർഡ് എന്താ, പിക്ചർ എന്താ, സെക്കൻഡ് പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണിത്. യെസ്, ഇത് സ്ട്രീറ്റ് അല്ലെങ്കിൽ റോഡാണ്. ഇത് റോഡാണ്. റോഡിനെ നമ്മൾ എന്താ പറയുക, ഷാരിഉൻ. അപ്പോൾ ഷാരിഉനിലേക്ക് ഇത് മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് ഇങ്ങനെ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് മത്വഅമുൻ. മത്വഅമുൻ ഈ പിക്ചറിൽ കാണുന്നത് റെസ്റ്റോറൻ്റ് ആണ്. റെസ്റ്റോറൻറ്റിനെ പറയുന്നത് മത്വഅമുനാണ്. ഇവിടെ കാണുന്നത് എയർപോർട്ടാണ്. എയർപോർട്ടിനെ പറയുന്നത് മത്വാറുനാണ്. പിന്നെ ഇവിടെ ലാസ്റ്റ് വൺ ഹോട്ടലാണ്. ഹോട്ടലിനെ പറയുന്നത് ഫുന്ദൂഖാണ്. അപ്പോൾ ഈ പിക്ചറിലുള്ള ഇത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാച്ച് ചെയ്ത് കൊടുക്കാനാണ് ആക്ച്വലി പറയണത്. മനസ്സിലായല്ലോ? ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരുന്നത് മാത്രമാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക്ഷീറ്റ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. റിവിഷൻ വർക്ക്ഷീറ്റ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, ബൈ. സീ ഇൻ അനദർ വീഡിയോ. Okay, bye. Keep going. Study well.